ഓണം എക്സാമിന് ഹിന്ദിയിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അടുത്തായിട്ട് പറയുന്നത്. എന്താണെന്ന് പറയാം. ഉസ്കെ ജാനെ കെ ബാദ് രാസ്തേ ഭർ പത്നി കി സുയി ഇസി ബാത് പർ അട്കി രഹി. അതായത് അവൾ പോയതിനു ശേഷം, നമ്മുടെ യുവതി പോയതിനു ശേഷം നമ്മുടെ പോകുന്ന വഴിയിൽ ഈ പത്നിയുടെ, ഭാര്യയുടെ സുയി എന്ന് പറഞ്ഞാൽ ചിന്ത, ഇസി ബാത് പർ അട്കി രഹി എന്ന് പറഞ്ഞു പറ്റി പിടിച്ചു നിന്നു. ഈ ഒരു കാര്യത്തിൽ അട്കി രഹി പറ്റി പിടിച്ചു നിന്നു. ഏത് കാര്യത്തിലാണ് നോക്കാം. വോ ഏക് ബാർ മേം ഹി ഡേഡ് സൗ മേം മാൻ ഗയി. അവൾ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്തു, സമ്മതിച്ചല്ലോ. എത്ര രൂപയ്ക്കാണ് നമ്മുടെ 250 രൂപയുടെ സാധനം 150 രൂപയ്ക്ക് തരാമെന്ന് സമ്മതിച്ചില്ലേ? ഓക്കെ. ഗലത് ഖീ തൊടാ തോൽമോൽ ഓർ കർണ ചാഹിയത. അതായത് കുറച്ചുകൂടി വില പേശാമായിരുന്നു. തോൽമോൽ കർണ എന്ന് പറഞ്ഞാൽ വില പേശാമായിരുന്നു. ഓർ മെരി സൂയി അതീത് മേൻ ചാ അടുക്കി ദി. പക്ഷെ എൻ്റെ ചിന്ത എൻ്റെ കഴിഞ്ഞ കാലഘട്ടത്തിലേക്കാണ് ഞാൻ എൻ്റെ ചിന്ത കൊണ്ടുപോയത് എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. ഓക്കെ. അപ്പോൾ 250 രൂപയുടെ ഷോളിന് 150 എന്ന് പറഞ്ഞ സമയത്ത് ഓക്കെ സമ്മതിച്ചു. 180 രൂപയ്ക്ക് 5 ഷാൾ മേടിച്ചു. 150, 150, 300, 450, 600, 750 രൂപയ്ക്കാണ് ടോട്ടൽ 5 ഷാളുകൾ മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ സ്ത്രീ പറയുന്നത്, പത്നി പറയുന്നത്, ഒരു ഷോളിന് 250 രൂപ പറഞ്ഞു, പക്ഷെ ഞാൻ 5 ഷോളുകൾ എടുക്കാം, പക്ഷെ 150 രൂപ വെച്ചിട്ട് ഒരെണ്ണത്തിന് പറഞ്ഞപ്പോൾ സമ്മതിച്ചു. പെട്ടെന്ന് തന്നെ സമ്മതിച്ചു. പക്ഷെ എനിക്ക് കുറച്ചും കൂടി തോൽ മോൽ കർണ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി വില പേശാമായിരുന്നു എന്നാണ് അവരുടെ ചിന്ത, ഈ പത്നിയുടെ ചിന്ത. സുയി എന്ന് പറഞ്ഞാൽ ചിന്ത കേട്ടോ, സുയി ചിന്ത. പക്ഷെ നമ്മുടെ ലേഖക അല്ലെങ്കിൽ പതി എന്താ ചിന്തിച്ചിരുന്നത്? അദ്ദേഹത്തിന്റെ ചിന്ത വളരെ കാലം മുന്നത്തെ ഒരു കാലഘട്ടത്തിലേക്കാണ് പോയത്. അടുക്കി ധി എന്ന് പറയുമ്പോൾ അതിലോട്ട് പറ്റി നിന്നിരുന്നു അല്ലെങ്കിൽ തങ്ങി നിന്നിരുന്നു എന്താണ് അദ്ദേഹം പറഞ്ഞതെന്നൊക്കെ പറയാം. कहानी के प्रस्तुत प्रसंग के आधार पर नायक और पत्नी के बीच की ബാത്ചീത് തയ്യാർ കരേ. ബാത്ചീത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാർത്താലാപാണ് അല്ലെങ്കിൽ സംവാദമാണ്. നമ്മുടെ എന്തായിരുന്നു, നമ്മുടെ കോൺവെർസേഷൻ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ ബാത്ചീത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് മാത്രമേ ഉണ്ടാവുള്ളൂ. ബാത്ചീത് തയ്യാർ കരേ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവരുത്. അല്ലെങ്കിൽ വാർത്താലാപം എന്ന് പറയും, അല്ലെങ്കിൽ സംവാദം എന്ന് പറയും, അല്ലെങ്കിൽ കോൺവെർസേഷൻ ആണ് കേട്ടോ. ഓക്കെ. അപ്പോൾ ഒരു കോൺവെർസേഷൻ ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ആൻഡ് നമുക്ക് ആ ഒരു പാഠഭാഗത്തുള്ള കണ്ടന്റ് മുഴുവനായിട്ട് അറിയാവുന്നത് കൊണ്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാനൊന്ന് പറയാം. ഇവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. കോൺവെർസേഷനാണ് ഇവർ തമ്മിലുള്ള ഒരു എന്താണ് സംവാദം അല്ല, ഡിബേറ്റ് അല്ല, ലൈക്ക് കോൺവെർസേഷൻ. ഓക്കെ. സംഭാഷണം, ദാറ്റ്സ് റൈറ്റ് വേർഡ്, സംഭാഷണം. ഓക്കെ. പത്നി പറയുന്നത്, അരേ वो तो तुरंत ठेठ सौ में मान गई, मुझे और तोलमोल करना चाहिए था. എന്താ പറഞ്ഞേ? നോക്കിയേ, നമ്മളെ അവള് 250 രൂപ പറഞ്ഞ സംഭവം 150 ഞാൻ പറഞ്ഞ സമയത്ത് അപ്പം തന്നെ അവള് സമ്മതിച്ചു. മുझे और തോൽമോൽ കർണ ചാഹിയത. ഞാൻ കുറച്ചും കൂടി എന്ത് ചെയ്യണമായിരുന്നു? വില പേശണമായിരുന്നു. തോൽമോൽ കർണ ചാഹിയത, ഞാൻ കുറച്ചും കൂടി വില പേശണമായിരുന്നു. അപ്പൊ നായക് പറയാണ്, ഷായദ് ഉസേ പൈസവും കി ജറൂരത് റഹി ഹോഗി. അപ്പൊ അവള് അത്ര പെട്ടെന്ന് ആ ഒരു വിലയ്ക്ക് സമ്മതിച്ചു എങ്കിൽ അവൾക്ക് പൈസയ്ക്ക് ചിലപ്പോൾ എന്തുണ്ടാവും, അത്രയ്ക്കും എന്തുണ്ടാവും, അത്യാവശ്യം ഉണ്ടാവും. അതുകൊണ്ടായിരിക്കും അങ്ങനെ സമ്മതിച്ചിട്ടുണ്ടാവുക എന്ന് പറഞ്ഞു. പത്നി, ലേക്കിൻ ഇസ്നെ ജൽദി മാൻ ലിയ. അതുകൊണ്ടാണ്. പക്ഷെ പെട്ടെന്ന് എന്ത് ചെയ്തു, സമ്മതിച്ചു. നമ്മൾ സമ്മതിച്ചു. നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ഇത്ര 150 രൂപ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഓക്കെ പറഞ്ഞു. പക്ഷെ അപ്പോൾ നായക് പറയാണ്, ഉസ്കി ആംഖേം ദേഖ് കർ മുझे अपने पिताजी याद आ गए. അവളുടെ കണ്ണുകൾ നോക്കിയ സമയത്ത് എനിക്ക് എൻ്റെ അച്ഛൻ്റെ ഓർമ്മകൾ വന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ പത്നി, ക്യോ, എന്താ അങ്ങനെ എന്ന് ചോദിച്ചു. അപ്പോൾ നായക് പറയാണ്, മേരി പിതാജി ബി, എൻ്റെ അച്ഛനും ട്രെയിൻ മേം സാമാൻ ബേച്ച്തേ थे. എൻ്റെ അച്ഛനും ട്രെയിനിൽ സാധനങ്ങൾ വിറ്റിരുന്നതാണ്. വേ ഭി ഏസേ ഹി തക് ജാത്തേ थे और उनकी आंखों में भी നമി രഹതി. അദ്ദേഹത്തിന്റെ കണ്ണുകളിലും ഇത്തരത്തിൽ ഈ കച്ചവടമൊക്കെ കഴിഞ്ഞിട്ട് സാമാൻ ബേച്ച്തേ, അതായത് സാധനങ്ങൾ വിറ്റ് കഴിഞ്ഞിരുന്നു. അതിനുശേഷം വീട്ടിൽ വരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കണ്ണിലും ഇത്തരത്തിലുള്ള നമീധി, നനവുണ്ടായിരുന്നു എന്ന് പറയുന്നത്. പത്നി, ഇസ്ലിയെ തും ചുപ്തേ. അതുകൊണ്ടാണല്ലേ നിങ്ങൾ മിണ്ടാതിരുന്നേ? ഇത്രയും കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ വിലപേശുന്ന സമയത്ത്, തോൽമൂൽ കർണ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ മിണ്ടാതിരുന്ന അതുകൊണ്ടാണല്ലേ? നായിക്, മുझे उसके സംഘർഷ की याद आ गई. എനിക്ക് അച്ഛൻ്റെ ആ ഒരു മനസ്സിലുണ്ടായിരുന്ന വേദനയും പ്രശ്നങ്ങളൊക്കെ എനിക്ക് ഓർമ്മ വന്നു. പത്നി, ठीक है, फिर पैसे देने ठीक ही हुए. അപ്പോൾ പൈസ കൊടുത്ത് കുഴപ്പമില്ല എന്നാണ് നിങ്ങൾ പറയുന്നത്, നല്ലതാണെന്നാണ് നിങ്ങൾ പറയുന്നത്. ठीक है, ഓക്കെ, അത് ശരിയാണെന്നാണ് പറയുന്നത്. നായിക്, കബി കബി മദദ് കർ ദേന ഹി അച്ഛാ ഹോത്താ ഹെ. ഇടയ്ക്കൊക്കെ സഹായങ്ങളൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. മദദ് എന്ന് പറഞ്ഞാൽ ഹെൽപ്പ് കേട്ടോ, സഹായം. ഇടയ്ക്കിടയ്ക്ക്, കബി കബി, ഇടയ്ക്കിടയ്ക്കൊക്കെ എന്താണ്, ഇത്തരത്തിലുള്ള സഹായങ്ങളൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. ഓക്കെ. സോ ഇങ്ങനെ നമ്മൾക്ക് കോൺവെർസേഷൻ എൻഡ് ചെയ്യാവുന്നതാണ്. സോ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കി വെക്കുക, ഇത്തരത്തിൽ കോൺവെർസേഷൻ ആയിക്കോട്ടെ, അതായത് വാർത്താലാപം ആയിക്കോട്ടെ, എന്ത് തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാഠഭാഗത്തിന്റെ
ആശയം വ്യക്തമായിട്ട് അറിഞ്ഞിട്ടുണ്ടായിരിക്കണം. മനസ്സിലായോ? അതിൽ ഉപയോഗിച്ചിരിക്കുന്ന വേർഡ്സ്, വൊക്കാബുലറീസ് അറിഞ്ഞെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇതുപോലത്തെ ക്രിയേറ്റ് ചെയ്തിട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ കേട്ടോ.